പെൻഷൻ തുക കൈപ്പറ്റുന്നതിൽ വൻ തട്ടിപ്പ് നടക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ നിലവിൽ സംസ്ഥാനത്ത് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് ഈ ഒരു തട്ടിപ്പ് കണ്ടെത്തിയിരിക്കുന്നത്. അസിസ്റ്റന്റ് പ്രൊഫസർമാർ അതുപോലെ തന്നെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ അത്തരത്തിൽ 1400 അധികം പെൻഷൻ ഗുണഭോക്താക്കളാണ് അനധികൃതമായി സംസ്ഥാനത്ത് പെൻഷൻ തുക കൈപ്പറ്റുമെന്നുള്ള കണക്കുകളാണ് ഇപ്പോൾ സംസ്ഥാനത്ത് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥർ ആരെങ്കിലും പെൻഷൻ തുക കൈപ്പറ്റുന്നുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു പരിശോധന സംസ്ഥാനത്ത് നടത്തിയിട്ടുണ്ടായിരുന്നത്. 1458 പെൻഷൻ ഗുണഭോക്താക്കളാണ് ഇത്തരത്തിൽ അനധികൃതമായി പെൻഷൻ തുക കൈപ്പറ്റുന്നുണ്ട് എന്നുള്ള കണക്കുകളാണ് ധനവകുപ്പ് ഇപ്പോൾ ഏറ്റവും പുതിയതായി പുറത്തുവിട്ടിരിക്കുന്നത്. ഓഫീസ് അസിസ്റ്റന്റുമാർ അതുപോലെ തന്നെ ഗസ്റ്റഡ് ഉദ്യോഗസ്ഥർ എന്നിവരൊക്കെ ഈ ഒരു ഗണത്തിൽ പെടുന്നുണ്ട്. അനധികൃതമായി പെൻഷൻ തുക കൈപ്പറ്റുന്ന പെൻഷൻ ഗുണഭോക്താക്കളുടെ ലിസ്റ്റിൽ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഏറ്റവും പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതിൽ കൈപ്പറ്റിയ പെൻഷൻ തുകയെ തിരിച്ചു പിടിക്കാനും അതുപോലെ തന്നെ ഇതിന്റെ പലിശ സഹിതമായുള്ള തുകയായിരിക്കും സംസ്ഥാന സർക്കാർ ഇവരിൽ നിന്ന് പിടിച്ചെടുക്കുക എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. എത്ര കാലമായി പെൻഷൻ തുക കൈപ്പറ്റുന്നത് അതുവരെ കൈപ്പറ്റിയ എല്ലാ പെൻഷൻ തുകയും അതുപോലെ തന്നെ അതിന്റെ പലിശ സഹിതമുള്ള തുകയുമായിരിക്കും തിരിച്ചു നൽകേണ്ടി വരിക. അതുപോലെ തന്നെ അതിന്റെ നിയമ നടപടികളൊക്കെ ഇവർ നേരിടേണ്ടി വരികയും ചെയ്യുമെന്നുള്ള കാര്യം സംസ്ഥാന സർക്കാർ നിലവിൽ അറിയിച്ചിട്ടുണ്ട്. 62 ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സംസ്ഥാന സർക്കാർ 1600 രൂപ വീതമാണ് പെൻഷൻ തുക വിതരണം ചെയ്യുന്നത് എന്നുള്ള കാര്യം. ആ ഒരു പെൻഷൻ തുക അടുത്ത വർഷം മുതൽ ഉയർത്തുന്ന സാഹചര്യം സംസ്ഥാന സർക്കാർ കൊണ്ടുവരുമെന്നുള്ള കാര്യം സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ അറിയിച്ചതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അനധികൃതമായി ക്ഷേമ പെൻഷൻ തുക കൈപ്പറ്റുന്ന ആളുകളെ പെൻഷൻ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പരിശോധനകളും കാര്യങ്ങളൊക്കെ സംസ്ഥാനത്ത് കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ഡിസംബർ മാസത്തിലെ പെൻഷൻ തുകയാണ് ഇനി വിതരണം നടക്കുവാനുള്ളത്. ഡിസംബർ മാസത്തിലെ പെൻഷൻ തുക വിതരണം ചെയ്യുന്ന സമയത്ത് 3 മാസത്തെ കുടിശ്ശിക പെൻഷനുകൊണ്ട് 1 മാസത്തെ പെൻഷൻ തുകയും കൂട്ടിച്ചേർത്തുകൊണ്ടായിരിക്കും സംസ്ഥാനത്ത് ക്രിസ്മസോടനുബന്ധിച്ചുകൊണ്ട് 3200 രൂപയുടെ വിതരണം നടക്കുക എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത്തരത്തിലുള്ള എല്ലാവിധ പെൻഷൻ വാർത്തകളും മറ്റു വാർത്തകളൊക്കെ ആദ്യമായി തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് പരിഗണിക്കുക. പുതിയൊരു വാർത്താ വിശേഷവുമായി വീണ്ടും കാണാം.